ഞാൻ SFI സംസ്ഥാന പ്രസിഡന്റിനോട് ചോദിക്കുക. അതായത് ശരിക്കും ഒരു ജനാധിപത്യ സംവിധാനം ക്യാമ്പസുകൾ പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണെന്ന് ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. ഏകദേശം കോടതി വിധിയൊക്കെ ഉണ്ടായി കേരളത്തിൽ ക്യാമ്പസുകളിൽ രാഷ്ട്രീയം നിരോധിക്കുകയൊക്കെ ചെയ്തു. അതായത് ഈ സ്വാശ്രയ കോളേജുകൾ പോലെയുള്ള സംവിധാനങ്ങളിൽ കുട്ടികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നില്ല എന്നുള്ളത് എപ്പോഴെങ്കിലും നിങ്ങളുടെ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടോ? പ്രത്യേകിച്ച് ഈ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ നിരവധി അവിടുത്തെ മാനേജ്മെന്റ് ഒരു നിർദാക്ഷിണ്യം പ്രവർത്തിക്കുന്ന ഒരു മാനേജ്മെന്റ് ആണോ എന്ന് എനിക്ക് സംശയം തോന്നുന്നു. ഇതൊരു മാനേജ്മെന്റിന്റെ മാത്രം പ്രശ്നമല്ല, വിവിധങ്ങളായ സ്വാശ്രയ സ്ഥാപനങ്ങളുടെ പ്രശ്നമാണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇവരുടെ ഉദ്ദേശം ജസ്റ്റ് ടു മേക്ക് മണി, പ്രോഫിറ്റ് ഉണ്ടാക്കുക. ആ ഉദ്ദേശത്തിലേക്ക് വരുമ്പോൾ അവർക്ക് അക്കാഡമിക്കായ മാനേജ്മെന്റ് അല്ല അവർ ഉദ്ദേശിക്കുന്നത്, സാമ്പത്തികമായ മാനേജ്മെന്റ് മാത്രമാണ്. ഇത് നമ്മുടെ പല ക്യാമ്പസുകളുണ്ട്. അവിടെയെല്ലാം വിദ്യാർത്ഥികളെ ഈ നിലയിൽ പലവിധ കാരണങ്ങൾ പറഞ്ഞ് അവർ ഈ സമ്മർദ്ദത്തിന് വിധേയപ്പെടുത്തുകയാണ്. അതിൽ പൊതുസമൂഹവും രക്ഷിതാക്കളും, അവരോടാണ് നമ്മളിപ്പോൾ ഒരു ചർച്ചയാണ്, ഇത് കാണുന്ന ഒരുപാട് രക്ഷിതാക്കളുണ്ട്, പൊതുസമൂഹമുണ്ട്. അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നമ്മുടെ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ അവർക്കൊരു മാനസികമായ സപ്പോർട്ട് കൊടുക്കാനുള്ള ഉത്തരവാദിത്വം വിദ്യാർത്ഥി സംഘടനകളെ പോലെ തന്നെ രക്ഷിതാക്കൾക്കും പൊതുസമൂഹത്തിനുമുണ്ട്. ഇപ്പോൾ സർവം സഹായായ സ്ത്രീ, ഭൂമിയോളം ക്ഷമിക്കുന്ന സ്ത്രീ, ഇതൊരു പേട്രിയാർക്കിക്കൽ കൺസെപ്റ്റാണ്. ആ കൺസെപ്റ്റ് സ്ത്രീകൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്നതിൻ്റെ ഭാഗമായി പീഡനം അനുഭവിക്കേണ്ടി വന്നതും പീഡനം ഏറ്റുവാങ്ങേണ്ടി വന്നതും പുറത്തു പറയാൻ കഴിയാത്ത ഒരുപാട് സ്ത്രീകളുണ്ട്. ഇതേപോലൊരു കൺസെപ്റ്റ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ വിദ്യാർത്ഥികൾക്ക് മുകളിൽ വെക്കുന്നുണ്ട്. അതായത് മാതാ, പിതാ, ഗുരു, ദൈവം. ഈ പാട്രിയാർക്കിക്കൽ കൺസെപ്റ്റ് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് മുകളിൽ നമ്മൾ പോലും അറിയാതെ അടിച്ചേൽപ്പിക്കുമ്പോൾ ആ വിദ്യാർത്ഥികളെ ചൂഷണം ചെയ്യുന്ന അധ്യാപകരും ഉണ്ട് എന്ന് പലപ്പോഴും നമ്മൾ കാണാതെ പോവുകയാണ്. ഈ അധ്യാപകരെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടി വിദ്യാർത്ഥികൾ പരിശ്രമിക്കും. ഒരു അധ്യാപകനും വിദ്യാർത്ഥിയുമായി തർക്കമുണ്ടായാൽ ഞാൻ ഇപ്പോഴും പറയുന്നു, ആ തർക്കത്തിൻ്റെ അടിസ്ഥാനം വിദ്യാർത്ഥിയാണ്, കുറ്റക്കാരൻ വിദ്യാർത്ഥിയാണെന്നാണ് 99% വരുന്ന ഈ തർക്കത്തിൻ്റെ വാർത്ത കേൾക്കുന്ന ആളുകളും പ്രതികരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഈ വിദ്യാർത്ഥി അധ്യാപകനുമായി തർക്കത്തിൽ ഏർപ്പെട്ടു, എന്തുകൊണ്ടൊരു അഭിപ്രായ വ്യത്യാസം വിദ്യാർത്ഥി അധ്യാപകനും ഉണ്ടായി എന്ന് സമൂഹം ചിന്തിക്കാൻ തുടങ്ങുന്നിടത്ത് തന്നെ വിദ്യാർത്ഥികൾ ഇത് പറയാൻ തരും. നമ്മളാണ് അവർക്കൊരു മാനസിക സപ്പോർട്ട്. ഞങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നത് വിദ്യാർത്ഥികൾക്കൊരു മാനസിക സപ്പോർട്ട് കൊടുക്കുക. ഈ വിഷയങ്ങളെല്ലാം പ്രതിഷേധങ്ങളായിക്കോട്ടെ, അത് കക്ഷി രാഷ്ട്രീയത്തിനപ്പുറമായി ഈ ഉണ്ടാവുന്ന പ്രതിഷേധങ്ങളെല്ലാം ഇൻറ്റൻറ്റ് ചെയ്യുന്നത് വിദ്യാർത്ഥികൾക്കൊരു മാനസിക സപ്പോർട്ട്. അവിടെ തന്നെ കുട്ടികൾ പറഞ്ഞു, നിങ്ങൾ നടത്തിയ പ്രതിഷേധങ്ങളാണ് ഞങ്ങൾക്ക് ഈ 3ാമത്തെ ദിവസമെങ്കിലും ഇത് തുറന്നു പറയാൻ ഒരു ധൈര്യം ഉണ്ടാക്കിയതെന്ന് പറയുമ്പോൾ അവർക്ക് കൊടുക്കാൻ, അവർക്ക് ലാക്ക് ചെയ്യുന്നത് ഈ മെൻ്റൽ സപ്പോർട്ടാണ്. ആ മെൻ്റൽ സപ്പോർട്ട് കൊടുക്കാൻ വിദ്യാർത്ഥി സംഘടനകൾ ഞങ്ങൾ മുന്നിലുണ്ട്. പക്ഷേ ഈ പാട്രിയാർക്കിക്കൽ കൺസെപ്റ്റിൽ നിന്ന് വിദ്യാർത്ഥികളെ ട്രെയിൻ ചെയ്യുന്ന രീതിയിൽ നിന്ന് നമ്മളും വ്യതിചലിക്കണം. അധ്യാപകനും വിദ്യാർത്ഥിയും തർക്കമുണ്ടായാൽ വിദ്യാർത്ഥിയുടെ പക്ഷത്തും ഒരു ന്യായം ഉണ്ടാവും എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടാവാൻ തുടങ്ങുന്നിടത്ത് നിന്ന് ഇത്തരം പ്രശ്നങ്ങളെ പൂർണ്ണമായി പരിഹരിക്കാനാവും. അതോടൊപ്പം തന്നെ ചേർത്ത് വെച്ച് വായിക്കേണ്ടത്, നമ്മളിപ്പോൾ കേരളത്തിൽ ഉണ്ടായ ഒരു വിഷയത്തെ ഗൗരവത്തോടെ ചർച്ച ചെയ്യുമ്പോൾ തന്നെ ഇതിനൊരു നാഷണൽ ആംഗിൾ ഉണ്ട്. ആ നാഷണൽ ആംഗിളിൽ നിന്ന് പരിശോധിക്കുമ്പോൾ കേരളം ഈ വിഷയത്തിൽ ഉൾപ്പെടെ ഫാർ ബെറ്റർ ആണെന്ന് കൂടി നമുക്ക് കണ്ടു പോകേണ്ടതായിട്ട് വരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.